ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്, പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിൽ പോലും, മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രനെയും ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായതെങ്കിലും ആ വാർത്ത ഇപ്പോഴാണ് പുറത്തു വരുന്നത്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിൽ പങ്കാളികളായതുകൊണ്ട് അവരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് 2019 ദേവസ്വം വകുപ്പിന്റെ ചുമതലയിലിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ അന്വേഷണം കുറെ ദ്രുതഗതിയിലായതിന്റെ ചെറിയ പശ്ചാത്തലം എല്ലാ ആളുകൾക്കും അറിയാം എന്നാണ് ഓർക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഭാഗമായപ്പോൾ ഈ SIT എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ രൂപീകൃതമായ അന്വേഷണ കമ്മീഷന്റെ പ്രവർത്തനം മരവിപ്പിക്കപ്പെട്ടു പോയിരുന്നു, അല്ലെങ്കിൽ നിർജീവമായിരുന്നു എന്ന പരക്കെ ആക്ഷേപമുണ്ടായി. അത് ബോധപൂർവമായി, അത് ഉദാസീനമായി അതിനെ കൈകാര്യം ചെയ്തതാണ് എന്ന ആക്ഷേപം പരക്കെ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണവുമായി പുറത്തു വന്നത്. അത് ഒരളവിൽ എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. കാരണം വളരെ ഉത്തരവാദപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷൻ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള കമ്മീഷൻ, അത്യന്തം പ്രധാനപ്പെട്ടതായ ഈ കേസിനെ കുറിച്ചുള്ള അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ അവരുടെ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലൊക്കെ സമർപ്പിച്ച് അത്യന്തം കാര്യക്ഷമമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബോധപൂർവം എന്ന് തന്നെ ആവർത്തിച്ചു പറയട്ടെ, രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് ആക്ഷേപിക്കപ്പെടുന്നുണ്ട്, ഭരണരംഗത്തു നിന്നുള്ള സമ്മർദ്ദം എന്നുള്ള ആക്ഷേപമുണ്ട്. അതിനെല്ലാം ഒരളവ് വരെ കീഴ്പ്പെട്ടുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ഘട്ടത്തിൽ ഈ അന്വേഷണം മന്ദഗതിയിലായിരുന്നു ആണ് ഒടുവിലത്തെ ഇതിന്റെ അവസാനം ഉണ്ടായ പശ്ചാത്തലം. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ മോചനം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കർശനമായ നിരീക്ഷണങ്ങൾ നടത്തി. എന്തുകൊണ്ടാണ് കാര്യക്ഷമമായി അന്വേഷണം ദ്രുതഗതിയിൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാത്തത് എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോ മാത്രമല്ലല്ലോ, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അംഗങ്ങൾ ഉൾപ്പെടുന്നതായിട്ടുള്ള കൂട്ടുത്തരവാദിത്വമുള്ള ഒരു ഭരണസമിതിയാണ്. അങ്ങനെയുള്ളപ്പോൾ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരെ മാത്രം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലാക്കിയതുകൊണ്ട് കാര്യമായില്ല. എന്തുകൊണ്ട് ആ കാലങ്ങളിലൊക്കെ പ്രസിഡന്റിനോടൊപ്പം പ്രവർത്തിച്ച ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ പ്രതിനിധികളായിട്ടുള്ള അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല, അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ ഈ SIT എന്ന് പറയുന്ന കമ്മീഷൻ ഇപ്പോൾ സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുൻപാണ് അന്നത്തെ ദേവസ്വം ബോർഡിൽ അംഗമായിരുന്ന ഒരു ശ്രീ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. അത് തന്നെ വളരെ വൈകിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. കാരണം 2019 അധികാരത്തിലിരുന്ന പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിലെ ഒരു അംഗമായിരുന്നു ഈ വിജയകുമാർ. അപ്പോൾ പത്മകുമാറിനെ ഇപ്പോൾ കസ്റ്റഡിയിലാക്കിയിട്ട് ഏതാണ്ട് 2 മാസത്തോളമായി. അന്നേരം ഒന്നും ഈ വിജയകുമാറിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള അന്വേഷണവും വിമർശനവും ഒക്കെ പൊതുസമൂഹത്തിൽ നിന്നും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നൊക്കെ വന്നപ്പോൾ വലിയ മൗനമാണ് അന്നേരം പാലിച്ചത്. അവിടെയൊക്കെ രാഷ്ട്രീയ സംരക്ഷണം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പകരം പോലെ തെളിഞ്ഞിരിക്കുകയാണ്. പലവട്ടം പറഞ്ഞതുപോലെ ഈ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്നത് അന്നന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതിനിധികളാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. പ്രസിഡന്റായി വരുന്നതും അംഗങ്ങളായി 2 അംഗങ്ങൾ വരുന്നതും ഒക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, 10 വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടിയിലെ നേതാക്കന്മാരായിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയോ
മറ്റെന്തെങ്കിലും യോഗ്യതയോ നിഷ്കർഷിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേവസ്വം ബോർഡിന്റെ അംഗമായി എല്ലാ ആനുകൂല്യങ്ങളും ഭാരിച്ച ശമ്പളവും ഒക്കെ പറ്റാമെന്നുള്ളത് കൊണ്ട് ഇത് ഒരു രാഷ്ട്രീയക്കാരുടെ ഇടത്താവളമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ 2 ദിവസം മുൻപ് ഇടതുപക്ഷത്തിന്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന മുൻനിര പ്രവർത്തകനായ ശ്രീ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയാണ്, അന്ന് മന്ത്രിയായിരുന്ന ദേവസ്വം വകുപ്പിന്റെ ചുമതലയിലിരുന്ന മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനെയും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പ്രസിദ്ധ ശ്രീ പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് എന്ന സംഭവം. ഇപ്പോൾ ചോദ്യം ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. കടകംപള്ളി സുരേന്ദ്രൻ ഇതിന് മറുപടിയായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഞാന് മന്ത്രിയായിരുന്നപ്പോൾ എന്തൊക്കെയാണ് എന്റെ ഉത്തരവാദിത്തങ്ങൾ, എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് ചെയ്യാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് SIT-യോട് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു അന്വേഷണം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് വളരെ ലാഘവത്തോടുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞത്, ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണാവകാശമുള്ള സമിതിയാണ്. അവിടെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിക്കൊന്നും യാതൊരു ചുമതലയുമില്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, അവിടുത്തെ ഫയലുകളൊന്നും നോക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വിചിത്രമായ ഒരു വാദഗതിയാണ്. ഇവിടെ സാമാന്യ ജനം ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെ യാതൊന്നും മന്ത്രി അറിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരു മന്ത്രിയെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നാമധേയത്തിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോഴത്തെ ഭരണ നേതൃത്വവും പാർട്ടി ചുമതലക്കാരും ഒക്കെ ഉത്തരം പറയണം. ഒരു മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രി എന്ന് അറിയപ്പെടുന്ന ഒരാൾ ഇരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, എനിക്ക് ഒരു കടലാസ് പോലും അവിടെ ഒന്ന് കാണാനായി കിട്ടുന്നില്ല, അവിടെയുള്ള സംഭവങ്ങളുടെ യാതൊരു ഉത്തരവാദിത്വം എനിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ഇടപാട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനം അഴിച്ചു പണിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒന്നുകിൽ ദേവസ്വം വകുപ്പിന് മേൽ യാതൊരു മന്ത്രിക്കും ഒരു അധികാരവും ഇല്ല, ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഇനി കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടതില്ല എന്ന് തീരുമാനിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയെ നിയോഗിക്കുന്നെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ, അതിനകത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതിന്മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ചെലുത്താനും ദേവസ്വം മന്ത്രിക്ക് കഴിയത്തക്ക രീതിയിൽ അതിന്റെ സംവിധാനം അഴിച്ചു പണിയണം. ഈ 2 കാര്യങ്ങൾ ഇനി 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകൃതമാകുന്ന മന്ത്രിസഭ ഇത് വളരെ ഗൗരവത്തോടുകൂടെ കാണണമെന്ന് ഇപ്പോഴേ പറയുകയാണ്. ഒന്നുകിൽ ദേവസ്വം വകുപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു മന്ത്രി വേണ്ട, ദേവസ്വത്തിന്റെ ഭരണം മുഴുവൻ ദേവസ്വം ബോർഡ് നടത്തിക്കോളും, അത് സ്വയംഭരണാവകാശമുള്ള അധികാരമുള്ള ഒരു സമിതിയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം. അതല്ല, ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ പ്രഖ്യാപിക്കുമ്പോൾ ദേവസ്വം മന്ത്രി എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ധാർമ്മികവും ഭരണപരവുമായ ഉത്തരവാദിത്വം വഹിക്കണം. ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ 2026 പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ആ തരത്തിലേക്ക് ഒരു തീരുമാനത്തിൽ പോകാൻ ഈ സാഹചര്യം പ്രേരിപ്പിക്കുമെന്ന് വേണം കരുതാൻ. എന്തായാലും ഇപ്പോൾ CPM കൂടുതൽ വെട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞത് ഞങ്ങൾ പാർട്ടിയിലുള്ള ആരും തന്നെ അവിടെ നടന്ന സ്വർണ്ണ മോഷണത്തിലോ സ്വർണ്ണ കൊള്ളയിലോ പങ്കാളിത്തമില്ല. ഇന്നലെയും ബഹുമാനപ്പെട്ട MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വിചിത്രമായ ഒരു വാദം മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ പറഞ്ഞു. നിങ്ങളൊക്കെ തലക്കെട്ടിന് വേണ്ടി നിങ്ങളുടെ മാധ്യമങ്ങളിൽ തലക്കെട്ടുണ്ടാക്കാൻ അന്വേഷിച്ച് നടക്കുകയാണ്, ഞങ്ങൾ നടപടിയെടുത്തു എന്നതിന്റെ പേരിൽ അങ്ങനെ തലക്കെട്ടൊന്നും നിങ്ങൾ ഉണ്ടാക്കട്ടെ. എത്ര ബാലിശമായ, എത്ര ദുർബലമായിട്ടുള്ള ഒരു പരാമർശമാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയത്. അദ്ദേഹം നടത്തുന്ന ആ പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ഒക്കെ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ പൊതുസമൂഹം നന്നായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലും വിവേകത്തോടും ബുദ്ധിയോടും കൂടിയുള്ള പ്രതികരണങ്ങളല്ല ഓരോ വിഷയത്തിലും കഴിഞ്ഞ കുറെ കാലമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിൽ തന്നെ മാധ്യമ പ്രവർത്തകരോട് പറയാണ്, നിങ്ങൾ തലവാചകം അന്വേഷിച്ച് നടക്കുകയാണ്, അതുകൊണ്ട് തലവാചകത്തിന് വേണ്ടി
ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളുടെ നേരെ നടപടിയൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചോദ്യം മറ്റൊന്നുമല്ല, നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ 2 മാസത്തോളം കസ്റ്റഡിയിലായിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അംഗമാണ്. അതുപോലെ ഒരു മുൻനിര പ്രവർത്തകനാണ് മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഴികൾക്കുള്ളിൽ കിടക്കുന്ന വാസു. ഇപ്പോൾ ഇന്ന് മെനിഞ്ഞാന്ന് കസ്റ്റഡിയിലായിരിക്കുന്ന വിജയകുമാർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അദ്ദേഹം ഏരിയ കമ്മിറ്റിയിലെ വളരെ സജീവമായ ഒരു അംഗമാണ്. അദ്ദേഹം മുൻപൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നപ്പോഴും CPM സർവീസ് സംഘടനയുടെ തലപ്പത്തിരുന്നയാളാണ്. ഇപ്പോൾ അദ്ദേഹം പെൻഷൻ പറ്റിയതിനു ശേഷം സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായി പ്രത്യുപകാരമായി കിട്ടിയതാണ് ദേവസ്വം ബോർഡ് അംഗത്വം. അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പേര് ഒരു നടപടിയെടുക്കാൻ പോലും കഴിയാതെ ഈ ഒരു തരം ധാർമ്മിക ബോധത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും ഒക്കെയുള്ള കീർവാണം ബാലിശവും ദുർബലവുമാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. ഏതായാലും കടകംപള്ളിയെ സംബന്ധിച്ചും ഇനിയും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. ഇത് ഒരു വട്ടത്തെ മൊഴിയെടുപ്പ് കൊണ്ട് പൂർത്തീകരിക്കാൻ പോകുന്നില്ല. പ്രശാന്തിനെയും ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, വൻപൻ സ്രാവുകൾ ഇനിയും വലയിൽ പെടാനായിട്ട് പോവുകയാണ്. SIT സത്യസന്ധമായി ആത്മാർത്ഥമായി ഗൗരവത്തോടുകൂടി അന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ നേതാക്കന്മാരൊക്കെ ഈ അന്വേഷണത്തിന്റെ വലയിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യം സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. അവരെ കാലാകാലങ്ങളിൽ ഇവരുടെ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. വേറൊരു വാർത്ത കൂടെ വന്നിരിക്കുന്നത്, ഈ അന്വേഷണ കമ്മീഷന്റെ അംഗസംഖ്യ തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കാരണം അവരുടെ ജോലി ഭാരം കൂടുതലായതുകൊണ്ട് 1-2 പേരെ കൂടെ കമ്മീഷനിൽ ഉൾപ്പെടുത്തണമെന്ന് അതിന്റെ ചെയർമാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അതിനുള്ള നടപടികളും ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ സജീവമാകാൻ പോകുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണത്തിന്റെ ആ വ്യാപ്തിക്കകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭരണകക്ഷിയുടെ പല നേതാക്കന്മാരും പെടും. അതിന്റെ ഒരു പരിഭ്രമത്തിലും അന്തരാളിത്തത്തിലുമാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതുപോലെയുള്ള വളരെ ബാലിശമായിട്ടുള്ള ദുർബലമായ വാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ശുഭോദർക്കമായിട്ടുള്ള ഒരു അനുഭവമല്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അടിയേക്കാൾ അതിനേക്കാൾ വളരെ നിയമപരമായിട്ടുള്ള അടികൾ മുഖത്തേൽക്കാൻ CPM തയ്യാറാകേണ്ടതായി വരും. അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ വളരെയേറെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടും. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇനി കഷ്ടിച്ച് 3 മാസമേ ഉള്ളൂ ഭരണ സംവിധാനത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഈ ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിന് തുടരാൻ. അത് കഴിയുമ്പോഴത്തേക്ക് ഈ കേസിനെ സംബന്ധിച്ചും അതിനോട് മുൻപായിട്ടും പുതിയ വിവരങ്ങൾ വരുന്നത് കടുത്ത പ്രതിസന്ധിയിലും പ്രതിരോധത്തിലും CPM-നെ ആക്കും. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വൻപൻ സ്രാവുകൾ ഇതിന്റെ വലയിൽ കുടുങ്ങാൻ പോകുന്നു എന്നതാണ് വ്യക്തമായി ഇന്ന് ലഭിക്കുന്ന സൂചനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.